മനസ്സുമായി സ്വന്തം നാടിനെ സ്നേഹിച്ചവരായിരുന്നു അന്നത്തെ മഹാത്മാക്കൾ. അവർ നൽകിയ ത്യാഗവും സേവനവുമാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടുന്നത്. അന്നത്തെ രാഷ്ട്രീയ നേതാക്കളെല്ലാം ജയിൽവാസവും മത്സരങ്ങളും അനുഭവിച്ചവരായിരുന്നു. എങ്കിലും അവർ നാടിനു വേണ്ടി ആ കഷ്ടപ്പാടുകൾ സഹിക്കുവാൻ തയ്യാറായി. സദ്ഗുണങ്ങളെ ഉയർന്നതാണ് സ്വരാജ്യ സ്നേഹം എന്ന് മറ്റൊരു ഭാവൻ കൂടി പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം സ്വരാജ്യ സ്നേഹത്തിന്റെ ആവശ്യകതകളെ പറ്റി നമ്മെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് മുതിർന്ന വിദ്യാർത്ഥികളും യുവജനങ്ങളുമെല്ലാം മദ്യത്തിനും മറ്റ് ലഹരി വസ്തുക്കൾക്കും അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ചുറ്റും കാണുവാൻ കഴിയുന്നത്. കൊച്ചു കുട്ടികളെ പോലും മദ്യത്തിനും മറ്റ് ലഹരി വസ്തുക്കൾക്കും അടിമകളാക്കാൻ വേണ്ടി സാമൂഹ്യ ദ്രോഹികളായ ആളുകൾ വിവിധ മാർഗങ്ങളാണ് ഉപയോഗിച്ചു വരുന്നത്. ഐസ്ക്രീമുകളും മുട്ടായികളും മുതൽ ലഹരി വസ്തുക്കൾ ചേർത്ത സുപാരി വരെ ഇന്ന് വിദ്യാലയങ്ങൾക്ക് മുന്നിൽ സുലഭമാണ്. ചെറുപ്പത്തിലായാലും മുതിർന്നിട്ടായാലും ഒരു രസത്തിന് വേണ്ടി കൂട്ടിട്ടാർന്ന് അല്പാൽപ്പം കഴിച്ചു തുടങ്ങുന്ന മദ്യം പിന്നീട് പതിവായിത്തീരുന്നു. ഒടുവിൽ ക്രമാതീതമാവുകയും അതിനടിമയാവുകയും ചെയ്യുന്നു. മദ്യപാന്മാരായ ആളുകൾ ഒരിക്കലും മദ്യത്തിനെതിരെ പ്രവർത്തിക്കുകയില്ല. ഒറ്റ രാഷ്ട്രീയ പാർട്ടിക്കാർ പോലും സാമ്പത്തിക നേട്ടം ലഭിക്കുന്നത് കൊണ്ട് മദ്യവിരുദ്ധ പ്രവർത്തനങ്ങളോട് ആത്മാർത്ഥമായി സഹകരിക്കുന്നില്ല. അടുത്ത കാലത്തായി പേരിൽ വെച്ച് ഒരു സഹോദരി ഒരൊറ്റക്കായി ആക്രമിച്ചു കൊല്ലുകയുണ്ടായി. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഒരു സഹോദരിയെ കുറച്ചുപേർ കൂടി ആക്രമിച്ചു കൊല്ലുകയുണ്ടായി. ഇത് രണ്ടും നടന്നിരുന്നത് മദ്യലഹരിയിലായിരുന്നു. അതുകൊണ്ട് ഇതിനെല്ലാം എതിരായി നാം വിദ്യാർത്ഥികൾക്ക് മാത്രമേ ശക്തമായി പോരാടാൻ കഴിയുകയുള്ളൂ. നാം വർഷങ്ങളോളം വിദ്യാലയങ്ങളിൽ പോകുന്നത് എന്തിനു വേണ്ടിയാണ്? വെറും ഭാഷയും ഗണിതവും ശാസ്ത്രവും മാത്രം പഠിക്കാനല്ല നാം വർഷങ്ങളോളം വിദ്യാലയങ്ങളിൽ പോകുന്നത്. മനുഷ്യർ നമ്മളെ അനുസരിക്കുന്ന മൂല്യങ്ങൾ കൂടി പഠിക്കാനാണ് നാം വിദ്യാലയങ്ങളിൽ പോകുന്നത്. അതുകൊണ്ട് നാം വീട്ടിൽ നിന്ന് പഠിക്കുന്ന മര്യാദയുടെ ബാലപാഠങ്ങൾ സ്കൂളിൽ വെച്ചും സ്കൂളിൽ പുറത്തു വെച്ചും തെളിയിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് ലഭിക്കണം. ഈ അവസരങ്ങൾ കൃത്യമായി ഉപയോഗിക്കുമ്പോഴാണ് നാം ശരിക്കും മൂല്യങ്ങളിൽ വളരുന്നത്. മൂല്യബോധത്തിൽ ഉറയ്ക്കാനുള്ള വിവിധതരം കളികൾ, ക്ലാസുകൾ, ബോധവൽക്കരണ പരിപാടികൾ ഇവയെല്ലാം കുട്ടികളായി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ നല്ലൊരു നല്ല വ്യക്തികളുടെ എണ്ണം വർദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ നാട് നന്നാവുകയും നാം കേൾക്കാറുള്ള സ്വർഗരാജ്യം രാമരാജ്യവും നിലനിൽക്കുകയും ചെയ്യും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ബുദ്ധനും ബൗദ്ധനും ജൈനനും ഹിന്ദുവും പാർട്ടിയും മുസൽമാനും ക്രിസ്ത്യനുമെല്ലാം ഒരേ പതാകയായി നീക്കിയിരുന്നത്. എല്ലാവരുടെയും മനസ്സിൽ ഇന്ത്യ എന്നതിന്റെ വികാരമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നാം മതത്തിന്റെ തണലിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകുവാൻ തുടങ്ങി. അധികാരത്തിലൂടെ അനീതി കാട്ടാൻ തുടങ്ങി. പരസ്പരം വായിക്കുന്ന ഭിന്ന സമുദായക്കാർ ഇന്ന് പരസ്പരം പോരാടാൻ തുടങ്ങി. എന്തിന് നാം വിദ്യാർത്ഥികൾ പോലും ഇന്ന് മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ചേരികളിൽ ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ മറ്റൊരു സ്വാതന്ത്ര്യ സമരത്തിന് കൂടി തയ്യാറാകേണ്ടതുണ്ട്. സങ്കുചിതമായ മതചിന്തയിൽ നിന്നും പ്രാദേശികമായ വാദത്തിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യത്തിനായുള്ള സമരം. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് ഗാന്ധിജി കാട്ടിത്തന്ന മാർഗത്തിലുള്ള ഒരമ്മപ്പെട്ട മക്കളെ പോലെ മുന്നേറാമെന്ന് പറഞ്ഞുകൊണ്ട് കൊടിയുടെയും നിറം നോക്കാതെ ജാതിയുടെയും മതവും നോക്കാതെ ഒരൊറ്റക്കെട്ടായി പ്രവർത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിവിടെ രണ്ടു വാക്ക് സംസാരിക്കുവാൻ വേദിയിരിക്കുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ